ദാനം കൊടുത്തവനെ പാതാളത്തിലേക്ക് കൊണ്ടിട്ട് നന്ദിയില്ലാത്തവനാണ് വിഷ്ണു. അവരെയാണോ ഞാൻ പൂജിക്കേണ്ടത്? നൃത്തം ചെയ്യുന്നവനാണ് പരമേശ്വരൻ. നിന്നെ ദൂരെ ഇറക്കിയ നിന്റെ പാടിയിൽ ജീവക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നാരദ എന്ന് നാരദനോട് പറയുന്ന അവസ്ഥയിൽ നാരദൻ ഭയന്ന് അവിടുന്ന് ഓടി ഒളിച്ചു. അവിടുന്ന് ചെന്ന് കൈലാസത്തിൽ ചെന്ന് ശ്രീപരമേശ്വരനോട് പറഞ്ഞു, നമുക്ക് പാടിക്കൂ, അതിനുള്ള മാർഗമുണ്ട്. ശ്രീപരമേശ്വരൻ പാടി എണീറ്റ് അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കുകയും അദ്ദേഹത്തിന്റെ തുറക്കുകയും നിന്ന് അഗ്നിയും പുകയും പുറത്തു വരികയും ആ അഗ്നിയും പുകയും പുറത്തു വന്നതിന് ഭദ്രകാളി എന്ന് പറയുന്ന ഈ പുറത്തു വരികയും ചെയ്തു. ഭദ്രകാളി ഒന്നാമത്തിൽ ഭദ്രകാളിയുടെ രൂപം എങ്ങനെയിരുന്നു എന്ന് ഭദ്രകാളി കൂടി ലോകത്തെ കാർമേഘങ്ങൾ എത്ര കണ്ട് വലുതായി വികസിച്ചു കിടക്കുന്നു അത്ര കണ്ട് വലിപ്പമുള്ള തലമുടിയും ഞരമ്പുകൾ നദികൾ ഞരമ്പുകളായും പർവ്വതങ്ങൾ നഖങ്ങളായും അനേകം കൈകളോടും വലിയമായും മേഘകാല നിറത്തോടുകൂടി ഒരു രൂപം കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതാണ് ഭദ്രകാളി. ആ ഭദ്രകാളി ഈശ്വരനോട് ചോദിച്ചു, ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്, എന്ത് ലക്ഷ്യമാണ് എന്റേത്? ആ പറഞ്ഞു, ദാരികൻ എന്ന് പറയുന്ന ഒരു അദൃഷ്ടവസ്തുണ്ട്, അവനെ വധിക്കണം. അവനെ വധിച്ച് ലോകത്ത് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. എന്നെ ആരാധനയ്ക്ക് കൊണ്ടുപോകുക? അപ്പോൾ പറഞ്ഞു, ഈ പർവ്വതത്ത് ഹിമാലയ പർവ്വതത്തിന്റെ ഉത്തരഭാഗത്ത് ഭൂതാളി എന്ന് പറയുന്ന വേദാളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ നിനക്ക് ആയുധമായി നിനക്ക് ഞാൻ തരും. കൗണ്ടികൻ ആ വേദാളിയുടെ അടുത്ത് നന്ദികെ കൂടെ പോവുകയുണ്ടായി. അവിടെ വേദാളിയുമായി എനിക്ക് വിശ്വസിച്ചു. എന്റെ ആഹാരം എന്ന് പറയുന്നത് രക്തവും മാംസവും എല്ലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഇതുപോലെ ആഹാരം ഞാൻ തരും, രക്തവും മാംസവും നിനക്ക് തരും. എന്നെ നീ ദാരികന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ദാരികന്റെ കൊട്ടാരത്തിലേക്ക് വേദാളിയുടെ ചുമലിൽ കയറി ഭദ്രകാളി പോകുന്ന അവസ്ഥയിൽ ഹിമാലയ പർവ്വതത്തിന്റെ ഒളിച്ച് 6 അമ്മമാര് കൂടെ വരികയും അങ്ങനെ 7 അമ്മമാര് എന്റെ കൊട്ടാരത്തിൽ ചെന്ന് തെക്ക് ഗോപുരം തകർത്തെറിയുകയും ചെയ്തു. തെക്ക് ഗോപുരത്തിന് തകർത്തെറിഞ്ഞു ഈ 7 അമ്മമാര്. ഭാര്യയുമൊത്ത കിടക്കയിൽ കിടന്ന ദാരികൻ എന്ത് ബഹളമാണ് കേൾക്കുന്നത്? അദ്ദേഹം ഒരു ദൂതനെ അയച്ചു. നന്ദിയെ ദൂതനെ പിടിച്ച് ചുറ്റി അടി കൊടുത്തൊരു മരത്തെ പൊഴുത് ഈ ദൂതന്റെ കഴുത്തി തിരിച്ചു. അങ്ങനെ ദാരികൻ അദ്ദേഹത്തിന്റെ മന്ത്രിമാരോട് പറഞ്ഞു, 8 മന്ത്രിമാരോട് പറഞ്ഞു, തുടങ്ങിയ മന്ത്രിമാരോട് പറഞ്ഞു, നീ ചെന്ന് നിങ്ങൾ 8 പേര് ചെന്ന് 8 പേരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് യുദ്ധം ചെയ്യുക. അങ്ങനെ അദ്ദേഹം
അടുത്ത പോര് ജാരികന്റെ 8 മന്ത്രിമാരും ഭദ്രകാളിയുമായിട്ടുള്ള പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാരികന്റെ 8 മന്ത്രിമാരും ദ്രുമാക്ഷൻ തുടങ്ങിയ ജാരികന്റെ സൈനികരും ജാരികന്റെ മന്ത്രിമാരുമായിട്ടുള്ള പോരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോരിന്റെ എല്ലാം അടിസ്ഥാനം ഒരു വിഷയം മാത്രമാണ്. ധർമ്മം നിലനിർത്തുക എന്ന് പറയുന്ന ഈശ്വര നിശ്ചയം നടത്തുവാനുള്ള ഒരു പോരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 8 മന്ത്രിമാരും ഭഗവതിയുമായിട്ടുള്ള പോര്. 8 മന്ത്രിമാരും ജാരികന്റെ 8 മന്ത്രിമാരും ഭഗവതിയുമായിട്ടുള്ള പോര്. ആ പോര് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരേ യുദ്ധത്തില് ഒരു പോരിൽ ജാരിക പോര് നടന്നുകൊണ്ടിരിക്കുന്നു. വൈക്കംഭാഗം ക്ഷേത്രത്തിലെ ഭഗവതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ അധർമ്മത്തിന്റെ ആൾക്കാരെ വക്താക്കളെ നശിപ്പിച്ച് ഈ ഭൂമിയെ നിലനിർത്തുവാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് കോയിക്കവിളാകം ഭഗവതി അധർമ്മത്തിന്റെ വക്താക്കളായ ജാരിക വംശത്തിന്റെ 8 മന്ത്രിമാരുമായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മം എന്ന് പറയുന്ന ജീവിത സമ്പ്രദായം ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ശാസ്ത്ര രംഗത്തുണ്ടെങ്കിൽ അത് ഭാരതത്തിലുണ്ടായ ഹൈന്ദവ തത്വശാസ്ത്രങ്ങളിൽ മാത്രമേ ധർമ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുകയുള്ളൂ. എന്ത് മാർഗവും ഉപയോഗിച്ച് എന്റെ ഈശ്വര സങ്കല്പം, എന്റെ മതം ശരിയാണ് എന്നും മറ്റുള്ളതൊക്കെ തെറ്റാണ് എന്നും ഞാൻ പറയുന്ന ഈശ്വരനെ നീ വിശ്വസിച്ചില്ലെങ്കിൽ, എന്റെ ഈശ്വര സങ്കല്പത്തിൽ നീ വിശ്വസിച്ചില്ലെങ്കിൽ ഭീകരവാദികളും ഭാരതത്തിൽ അഴിഞ്ഞാടുന്ന അവസരത്തിലും ധർമ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ഗുരുപരമ്പര ആ ധർമ്മശാസ്ത്രം ഭാരതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ധർമ്മം. ആ ധർമ്മത്തെ നിലനിർത്തുന്നതിന് ഭാരതത്തിന്റെ ഏറ്റവും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവതി ലോകത്രയത്തിന് അനിവാര്യമായ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ധർമ്മിയായ ജാരികരുമായി ഭഗവതി ഏറ്റുമുട്ടി ഈ പ്രദേശത്ത് ധർമ്മത്തെ നിലനിർത്തുന്നതിന് അധർമ്മത്തിനെ തോൽപ്പിക്കുന്നതിന് ഭഗവതി തയ്യാറാകുന്നു. എന്തിനു വേണ്ടി? ഈ നാട്ടിലെ സജ്ജനങ്ങൾക്ക്, അമ്മയുടെ ഭക്തജനങ്ങൾക്ക് അധർമ്മം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള യാതൊന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, വേറെ പണിയുണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയോട് യുദ്ധം ചെയ്യുന്ന 8 മന്ത്രിമാര്, അമ്മയോട് യുദ്ധം ചെയ്യുന്ന 8 മന്ത്രിമാര് ഭഗവതിയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ജാരികന്റെ 8 മന്ത്രിമാർ യുദ്ധം ചെയ്ത് ഭഗവതിയുമായി ഏറ്റുമുട്ടിട്ടുണ്ട്. ഭദ്രകാളി ഈ ലോകത്ത് ധർമ്മം നിലനിർത്തുവാനുള്ള മൂർത്തിമദ്ഭാവം, ഈ ലോകത്ത് ധർമ്മം നിലനിർത്തുവാനുള്ള മൂർത്തിമദ്ഭാവമായ ഭദ്രകാളി എല്ലാ പ്രദേശത്തും ഭദ്രകാളി ഈ വർണ്ണേറ്റ് കാണുന്ന അവസരത്തിൽ അന്നദാനം സ്വീകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇപ്പോൾ നടക്കുന്ന സമൂഹ സദ്യയിൽ പങ്കെടുക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഈ സമൂഹ സദ്യയിൽ ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന്
വിജയ വികസനം ദേവി നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദേവി ശരണം, ദേവി ശരണം. ആരംഭിക്കുന്നു. തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാശം വിതയ്ക്കുന്നതിന് ജന്മമെടുത്ത് സർവനാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ദാരികൻ എന്ന് പറയുന്ന അസുരചക്രവർത്തി പ്രപഞ്ചമാതാവ് കൈയെടുത്ത് ഒരമ്പലത്തിന്റെ നടയിൽ നിന്ന് നമ്മെ ഭഗവതി എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ട് ഭക്തരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ലോകത്തുള്ള ജനലക്ഷങ്ങൾക്ക് മോചനം നൽകി ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ഞാൻ നേരത്തെ ഈ വിഷയം അവതരിപ്പിച്ച അവസരത്തിൽ തന്നെ പറഞ്ഞു, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദാരിക വിഗ്രഹം ധർമ്മത്തെ നിലനിർത്തി അമ്മയുടെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് നിർത്തിപ്പോര എന്ന് പറയുന്ന വിഷയം കൊണ്ട് ഭഗവതിയുടെ സൈന്യത്തിൽപ്പെട്ട ആളുകളെ ദാരികന്റെ കോട്ടയിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദാരികന്റെ സൈനികര് ഭഗവതിയുടെ സൈനികരെ യുദ്ധത്തടവുകാരായി പിടിച്ചെടുത്തിരിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന കാഴ്ച. അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചശക്തിയായ ലോകമാതാവ് കുടികൊള്ളുന്ന കോയിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ